ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കൊള്ളിയും ബീഫ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ അമ്മ കുറച്ച് ബീഫ് കറി തന്നയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കൊള്ളിയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തത്. അപ്പോൾ കൊള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ സബോളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും കുക്കറൊക്കെ ഒരു വിസിൽ വന്നു. അപ്പോഴേക്കും ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കി. വിസിൽ പോയതിന് ശേഷം ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കയ്യിൽ വെച്ചിട്ട് നന്നായി ഉടച്ചു കൊടുത്തു. അതും കഴിഞ്ഞപ്പോൾ ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ സബോളയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ബീഫ് കറി വേറെ മസാലകളോ എരിവോ ഒന്നും ഞാൻ ചേർക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ബീഫ് കറിയിൽ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ബീഫ് കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ യോജിപ്പിച്ചതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച കൊള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു, അംശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വറ്റിച്ചെടുത്തു. അതൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ സബോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, സബോളയും പച്ചമുളകും. അതതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കട്ടൻ ചായയും വെച്ചിട്ട് ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് എന്നോട് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ വാവച്ചീനെ ഇന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ നാളെ ഒരു കല്യാണ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.